മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നടൻ ജയസൂര്യയുമായി ബന്ധപ്പെട്ടാണ്. ജയസൂര്യ കഴിഞ്ഞ ദിവസമൊക്കെ ഈ സേവ് ബോക്സ് ആപ്പ് അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ജയസൂര്യയും കുറ്റപ്പെടുത്തലിൽ എത്തിയിരുന്നു. ജയസൂര്യ ഈ തട്ടിപ്പിന്റെ ഭാഗമായി ചോദ്യം ചെയ്തു 2 വട്ടം എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ജയസൂര്യയുടെ വിശദീകരണം താൻ ഇതിൻ്റെ ഭാഗമായുള്ള പരസ്യത്തിൽ അഭിനയിച്ചു, ഒരു പരസ്യത്തിൽ അഭിനയിച്ചതുകൊണ്ട് മാത്രം എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുമെന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. നുണപ്രചാരണമാണ് ഇപ്പോൾ തനിക്ക് നടക്കുന്നതെന്ന് ജയസൂര്യ പറയുന്നു. 3ാം തവണ ചോദ്യം ചെയ്യാനായി സമൻസ് അയച്ചിട്ടില്ല. പരസ്യവുമായി സമീപിക്കുന്നവർ തട്ടിപ്പുകാരാണ് എന്ന് ഊഹിക്കാൻ കഴിയില്ല എന്നും ജയസൂര്യ ഇൻസ്റ്റഗ്രാമിലൂടെ പറയുന്നത് പ്രധാനമാണ്. നവമി ദിനേശ് ിലേക്ക് വരാം അല്പസമയത്തിനകം. കഴിഞ്ഞ ദിവസം 2 തവണയായി കഴിഞ്ഞ ദിവസങ്ങളിൽ ജയസൂര്യയെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്തിരുന്നു. ഏതാണ്ട് 1 കോടിയോളം രൂപ ജയസൂര്യയുടെ അക്കൗണ്ടിലേക്ക്, ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് ഈ ആപ്പിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ വഴി എത്തി എന്നുള്ള സൂചനകൾ വന്നിരുന്നു. പക്ഷേ അതൊക്കെ തനിക്ക് പരസ്യചിത്രത്തിൽ അഭിനയിച്ചതിന് പ്രതിഫലമായി ലഭിച്ചതാണ് എന്ന് ജയസൂര്യ പറയുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇപ്പോൾ പറയുന്നത് 3ാമതും തന്നെ വിളിച്ചു എന്നുള്ള കാര്യത്തിൽ അത് നുണപ്രചരണമാണ് എന്നാണ് ജയസൂര്യയുടെ വിശദീകരണം. സോഷ്യൽ മീഡിയയിലൂടെയാണ് ജയസൂര്യ ഇക്കാര്യം പറയുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, ജയസൂര്യ ആരോപണ നിഴലിലാണ്, ചോദ്യം ചെയ്യലിലൊക്കെ വിധേയനായിരിക്കുന്നു. പക്ഷേ ഒരു കേവലം പരസ്യത്തിൽ അഭിനയിച്ചു എന്നതിനപ്പുറം എങ്ങനെ തന്നെ ഈ വിഷയത്തിൽ കണക്ട് ചെയ്യുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ജയസൂര്യ ഉന്നയിക്കുന്നത്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ സേവ് ബോക്സ് ആപ്പുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇ.ഡി. കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഉടമയായിട്ടുള്ള സാദിഖിനെ അടക്കം അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നത് ജയസൂര്യയാണ്. ജയസൂര്യയ്ക്കും ഈ തട്ടിപ്പിലൂടെ ലഭിച്ച പണം അത് ജയസൂര്യയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന സംശയമാണ് ഇ.ഡിക്കുള്ളത്. ഇതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ 2 തവണ 24-ാം തീയതി 27-ാം തീയതിയും ജയസൂര്യയെയും ഭാര്യ സരിതയും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 7-ാം തീയതി വീണ്ടും വിളിപ്പിക്കാൻ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന ഇ.ഡി. വൃത്തങ്ങളിൽ നിന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. ഇ.ഡി. വൃത്തങ്ങൾ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് തെറ്റാണെന്ന വാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ജയസൂര്യ. തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് ജയസൂര്യ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതായത് മാധ്യമങ്ങൾ നുണപ്രചാരണം നടത്തുന്നു എന്നാണ് ജയസൂര്യ വിശദീകരിക്കുന്നത്. ഇത്തരത്തിൽ 7-ാം തീയതി ഇ.ഡി. നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നത് തനിക്ക് അങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിട്ടില്ല. തനിക്കും തൻ്റെ ഭാര്യയ്ക്കും അത്തരത്തിലൊരു നോട്ടീസ് ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങളിലൂടെ കേട്ട നോട്ടീസ് മാത്രമേ തനിക്കറിയൂ. അല്ലാതെ തന്നെ അങ്ങനെ ഒരു നോട്ടീസ് ലഭിക്കുകയോ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നടൻ ജയസൂര്യ ഇൻസ്റ്റഗ്രാമിലൂടെ പറയുന്നത്. അത്തരത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ഇ.ഡി. വൃത്തങ്ങളിൽ നിന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് ഈ വിവരം ലഭിച്ചത്. ഈ 7-ാം തീയതി വീണ്ടും ജയസൂര്യയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ചോദ്യം ചെയ്യലുകൾക്ക് ശേഷവും കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കുവാൻ കൂടി ജയസൂര്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇ.ഡി. വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ 7-ാം തീയതി ജയസൂര്യയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ജയസൂര്യ. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.